അപ്പൊ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നവരിൽ നിന്നാണ് നറുക്കെടുത്തിട്ടാണ് കിട്ടാൻ പോണത് കാറും സ്കൂട്ടറൊക്കെ. അപ്പോ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ ഹോം അപ്ലയൻസസിനെല്ലാം 70% വരെ കിഴിവുണ്ട് വില. എല്ലാ വീട്ടിലും ഡിഷ് വാഷർമാര് ആ വീട്ടിലത്തെ പെണ്ണുങ്ങളായിരിക്കും. കാണാനൊരു ക്യൂരിയോസിറ്റി. കൈ കൊണ്ട് വാഷ് ചെയ്യില്ലേ അതിനേക്കാളും പെർഫെക്റ്റ് ആയിരിക്കും. ടിവിയിലെ ഫ്രിഡ്ജ്, യൂട്യൂബ് നമുക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ട് ഗ്ലൈർ ഫ്രീ ആണത്. ടിവിയുടെ കനം കണ്ട തിക്നെസ് എല്ലാ സാധനങ്ങളും ഉണ്ട്. കുടിക്കുന്നത് കാണുമ്പോ എന്തൊരു കൊതിയെന്നറിയോ. ഇപ്പൊ നല്ല വില കുറവുണ്ട്. അപ്പൊ AC വെക്കണവര് ഇപ്പൊ വന്നോളൂട്ടെ. അപ്പൊ നല്ല അടി കൊള്ളാത്തതിന്റെ കുഴപ്പം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് ഓണാഘോഷത്തിന്റെ നിറവിലാണ് നിൽക്കുന്നത്. നമ്മുടെ കൂട്ടുകാരൻ ബാബുവിന്റെ ഇരിങ്ങാലക്കുടയുള്ള മാർവൽ എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് നമ്മൾ വന്നു നോക്കാണ്. നമ്മുടെ അയലോക്കാരനാണ് ബാബു. ഇന്ന് ജഗുണ്ട്, ഇന്ന് സ്കൂൾ മുടക്കാണ്. മഴ കാരണം സ്കൂൾ മുടക്ക. പക്ഷെ നല്ല വെയിലിന്ന്. നമ്മള് കുറച്ചു നാൾ മുൻപ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. നമ്മള് മിക്സി വാങ്ങിക്കാൻ വന്നപ്പോ ഇവിടെ ആടിമാസ കിഴിവുകള് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അന്ന് നമ്മുടെ ബാബു ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണത്തിന് ഗംഭീര ഓഫറുകളാണ്. ഇപ്പൊ അത് അതിനെ കുറിച്ച് പറയണ്ട, ഓണാകുമ്പോ ഓഫർ തുടങ്ങില്ലേ, അപ്പൊ നിങ്ങളൊന്ന് വന്നാൽ മതി അത് പറയാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ ഹോം അപ്ലയൻസസിനെല്ലാം 70% വരെ കിഴിവുണ്ട് വില MRP -മെന്ന്. കൂടാതെ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതിന് 50% വരെ കിഴിവുണ്ട്. ഇതിന് പുറമെ ഈ വാങ്ങുന്നവരിൽ നിന്ന് നറുക്കെടുത്തിട്ട് എക്സ്പ്രസോ കാറുകൾ, പിന്നെ എയ്തർ സ്കൂട്ടർ അതൊക്കെ ഉണ്ട്. വിദേശയാത്രയുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് വിശദമായിട്ട് ഇതിന്റെ ഉള്ളിൽ ചെന്ന് അവരെന്നെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ കടയൊക്കെ നമ്മളിപ്പോ 2 പ്രാവശ്യം കാണിക്കണു. വന്നാലും ഒന്നുകൂടി നമുക്ക് കാണാം എന്തെങ്കിലുമൊക്കെ വല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്കൊന്നും വാങ്ങിക്കാനില്ല അല്ലേ? ഒന്നും വാങ്ങിക്കാനില്ല. നീയാണ് തീരുമാനിക്കുന്നത്. ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ. ഞങ്ങള് 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണ്. നമ്മളൊരു 1, 2, 3 തവണ നമ്മൾ സംസാരിച്ചിരുന്നു. അതെ. അപ്പൊ എല്ലാവരും കൂടിയിട്ട് വന്നിരിക്കുന്നു അല്ലേ? അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കാം. ഒരു കുടുംബത്തില് ഏറ്റവും ആവശ്യമുള്ള സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വിജയിച്ച സാധനം എന്ന് ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും പറയുന്നത് വാഷിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീനാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ ഒരുവിധം എല്ലാ വീടുകളിലും ആയി തുടങ്ങി. അപ്പൊ പിന്നെ അടുത്ത കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. സരിത എപ്പോഴും പറയാറുള്ള ഒരു സാധനമാണ്. ഞങ്ങളുടെ വീട്ടിലത്തെ എല്ലാ വീട്ടിലത്തെയും ഡിഷ് വാഷർമാര് ആ വീട്ടിലത്തെ പെണ്ണുങ്ങളായിരിക്കും. അതായത് കുക്കിംഗ് ഒക്കെ പലരും വേഗം കഴിയും. അത് കഴിഞ്ഞിട്ടുള്ള പാത്രം കഴുകലാണല്ലോ ബുദ്ധിമുട്ട്, സമയം എടുക്കണത്. അപ്പൊ ചേട്ടനല്ലോ പറയാറ് നമുക്ക് വാങ്ങിക്കണം. ഞാൻ വാങ്ങിക്കണം പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഡിഷ് വാഷറിന്റെ അപ്പൊ എന്നോട് പറയേ ബാബുവിന്റെ അവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഡിഷ് വാഷർ. നമ്മൾ ഇതുവരെ പോയിട്ട് അവിടെ അത് കണ്ടിട്ടില്ല. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനുകളും അത് നിറച്ചിരിക്കണത് കണ്ടിട്ടുള്ളൂന്ന്. അത് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കേറിയപ്പോഴാണ് ഇതാ ബോഷിന്റെ ഫേബ്ര എല്ലാണ്ട്. ഡിഷ് വാഷർ എന്ന് പറയുന്നത് പലരുടെ യൂട്യൂബർമാരൊക്കെ കിച്ചൺ ടൂറൊക്കെ കാണിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. വിദേശങ്ങളിലുള്ളവരൊക്കെ നല്ല രസമായിട്ടിരിക്കണത് കണ്ടിരുന്നല്ലാണ്ട് ഇത് അടുത്ത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാൻ ആള് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് കാണാനൊരു ക്യൂരിയോസിറ്റി. ഇത് ബോഷിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് കേട്ടോ. അതായത് ഇതിന്റെ പ്ലേസ് സെറ്റ് എന്ന് പറയുന്നത് 15 പ്ലേസ് ആണ്. അതായത് 15 മെമ്പേഴ്സ് ഉള്ള വീട്ടിലേക്ക് പറ്റിയ മെഷീനാണ്. അത്രയും ഹൈജീനിക് ആയിരിക്കും. 3 പേര് 4 പേര്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കൈ കൊണ്ട് വാഷ് ചെയ്യില്ലേ അതിനേക്കാളും പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ വീട്ടിൽ നോർമൽ കൈ കൊണ്ട് കഴിയുന്നേക്കാളും ബെറ്റർ ആയിട്ട് അതിന്റെ ഉള്ളിലത്തെ ഹാർഡായിട്ടുള്ള പറ്റി പിടിച്ചിട്ടുള്ള അതടക്കം ക്ലീൻ ആയിട്ട് കിട്ടും ചൂടുള്ളത്തിലും. പിന്നെ അത് മാത്രമല്ല അതിൽ സ്റ്റീം വാഷും കൂടി ഉണ്ട്. ആവിയിൽ പുഴുങ്ങിയിട്ടാണ് ഒന്നും ഉണ്ടാവില്ല. അതായത് 99.9% ഹൈജീനിക് ആയിരിക്കും. ഇതിന്റെ അടിഭാഗത്ത് നമുക്ക് കുക്കർ വെക്കാം, പ്ലേറ്റുകളൊക്കെ ഇതിൽ വെക്കാം, പിന്നെ മുകളിലും പ്ലേറ്റ് വെക്കാം, പിന്നെ നൈഫുകളൊക്കെ ഇതിൽ വെക്കാം. നോൺ സ്റ്റിക്കിന്റെ അങ്ങനെ എന്തോ വെക്കാൻ പാടില്ല. അലൂമിനിയം ഡോട്ട്സ് വീഴും. അതായത് ഈ ഡിഷ് വാഷറിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ പാത്രങ്ങൾ ഇപ്പൊ വരുന്നുണ്ട്, സ്പെഷ്യലായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ മൺചട്ടിയുടെ ഉള്ളിലടക്കം നമുക്കത് കോട്ടിംഗ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനത്തെ ഡിഷ് വാഷർ സേഫ് ആയിട്ടുള്ള എല്ലാ പാത്രവും ആഡ് ചെയ്യുന്നുണ്ട്.
അല്ല ഇപ്പൊ അതിന് അലുമിനിയം പാത്രങ്ങളൊന്നും ആരും അധികം ഉപയോഗിക്കണില്ല. സ്റ്റീലും കനം കുറഞ്ഞ പാത്രം നമ്മുടെ പ്ലേറ്റ്, സെറാമിക്കിന്റെ പ്ലേറ്റും എല്ലാം വെക്കാം, എല്ലാം വെക്കാം. അപ്പൊ ഇത് നമ്മളെ കൊണ്ടുവരണം വാങ്ങിപ്പിച്ചേ ഉപയോഗിക്കാനായിട്ട് സിമ്പിൾ ആണ്. നമുക്ക് ഇതുപോലെ ഫിനിഷിന്റെ ഇതുപോലത്തെ ടാബ്ലറ്റ് കിട്ടും. ഇത് വാങ്ങിച്ചാൽ മതി, ഓൺലൈനിലൊക്കെ കിട്ടും. ഇതിൽ ഡിഷ് വാഷറിൽ എപ്പോഴും 3 മെറ്റീരിയലാണ് കൂടുതൽ ഉപയോഗിക്കുക. ഒന്ന് റിൻസൈഡ് എന്ന് പറയും, അത് ഇതിലൊഴിക്കാനുള്ളതാണ്. അത് കൂടാണ്ട് ടാബ്ലറ്റ് ഇതിലൊഴിക്കുക, അങ്ങനെ ക്ലോസ് ചെയ്തിടാൻ പറ്റും. അത് കൂടാണ്ട് സാൾട്ട് ഇതില്. അല്ല ഡിഷ് വാഷറിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. സാൾട്ടൊക്കെ നമുക്ക് വൺസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 1 മന്ത് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ടാബ്ലറ്റ് ആണെങ്കിൽ ഓരോ പ്രാവശ്യം കറണ്ട് ചാർജ് ഭയങ്കരമായിട്ട് വരും. അതായത് 0.9 യൂണിറ്റ് വരും ഒരു വാഷിങ്ങിന്. അതായത് 1 യൂണിറ്റ് പോലും വരില്ല. 9 ലിറ്റർ വെള്ളം എടുക്കും. ഡിഷ് വാഷറിൽ മാക്സിമം നമ്മൾ പാത്രങ്ങൾ വെക്കാൻ നോക്കും. മാക്സിമം ഒരു പാത്രം 2 പാത്രം കൊണ്ട് വെച്ചിട്ട് ഉപയോഗിക്കരുത്. മാക്സിമം ലോഡ് വെക്കുക, എന്നിട്ട് വാഷ് ചെയ്യുക, എന്നാലാണ് മുതലാവുള്ളൂ. അപ്പൊ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് പാചകം നമ്മുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ പാത്രങ്ങൾ നിറയില്ലേ സിങ്കില്. ആ സമയത്ത് ഇത് കണ്ടപ്പോ സമാധാനായി. പാത്രങ്ങൾ വെക്കുമ്പോ ശ്രദ്ധിക്കാനുള്ള വേസ്റ്റുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം. കമഴ്ത്തി വെക്കുക, മലർത്തി വെക്കരുത്. മലർത്തി വെക്കുമ്പോ എന്താ വെച്ചാൽ അതിന്റെ ഉള്ളിൽ വെള്ളം നിൽക്കും. ഇപ്പൊ വാങ്ങിക്കണമെന്നില്ല, ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞിരണ്ട. ഞാൻ ജസ്റ്റ് ഇതിന്റെ ഉള്ളൊന്ന് കാണാൻ വേണ്ടി ചോദിച്ചതാ. ഇതിനെ പറ്റി അറിഞ്ഞ ഞാൻ എന്തായാലും വാങ്ങും. അപ്പൊ ഓക്കെ, അപ്പൊ ഇത് കേറി വരുമ്പോ എന്നെ കണ്ടത് കൊണ്ട് ചോദിച്ചതാണ് കേട്ടാ, നോക്കിയതാണ്. IFB 3-4 ബ്രാൻഡ് ഉണ്ട്. ബോഷ് ഉണ്ട്, IFB ഉണ്ട്, പിന്നെ ഫൈബർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഉണ്ട്, പിന്നെ LG ഉണ്ട്. LGയുടെ മോഡലാണ് ഈ മോഡൽ. നമുക്കൊരു 35,000 തൊട്ട് ഒരു 60-70 ആ റേഞ്ചിൽ വരെ ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മള് ഫ്രിഡ്ജുകളുടെ സെക്ഷനാണ് കേട്ടാ. എല്ലാതരം കമ്പനികളുടെ ഫ്രിഡ്ജുകളുണ്ട് ഇവിടെ. LG ഉണ്ട്, സാംസങ് ഉണ്ട്, വേൾപൂൾ, ഹയർ, എല്ലാ കമ്പനിയും ഉണ്ട് നമുക്ക്. ഇതൊരു സാംസങ്ങിന്റെ ഫ്രിഡ്ജാണത്. 4 സ്റ്റാർ റേറ്റിംഗ് ആണ്. നമുക്ക് ബേസ് സ്റ്റാൻഡ് കൂടി നോക്കില്ലേ, നമുക്ക് ഉരുളങ്ങ സബോള 2 ദിവസം ഇട്ട് വയ്ക്കാം. നമുക്ക് സൗകര്യമില്ലേ അതിനായിട്ട്. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലേ, നമ്മൾ കാണാത്തൊരു സാധനം. സാംസങ്ങിന്റെ ഫ്രിഡ്ജിന്റെ ബാക്ക് കൺസീൽഡ് ആയിരിക്കും. നമുക്ക് പണ്ടത്തെ പോലെ കമ്പികളാണ് കമ്പി. അതില്ലേ, കാണില്ലേ അല്ലേ. അതിന്റെ ഗുണങ്ങളുണ്ട്. ഇത് സൈഡ് ബൈ സൈഡ് നമുക്ക് വണ്ടൻ ഒരു ഫ്രിഡ്ജ് കേട്ടാ. എന്താ ഈ ഭാഗം ഫ്രീസറാണ്, ഇത് ഫ്രിഡ്ജാണ്. ഇതിന്റെ പ്രത്യേകിച്ച് ഫ്രീസറിനാണ് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മൊത്തം ഫ്രിഡ്ജാക്കി യൂസ് ചെയ്യാം. അല്ല ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ചക്കയില്ലേ, ചക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന ടൈം ഉണ്ടാവില്ലേ. അപ്പം നമുക്ക് ഫ്രീസറിൻ്റെ ഉപയോഗം കൂടുതലായിന്ന്. ആളുകൾ അത് സൂക്ഷിച്ച് വയ്ക്കുന്ന പരിപാടി ഉണ്ടായില്ലോ, പണ്ടത്തെ പോലെ ഇല്ലല്ലോ. അപ്പം അങ്ങനത്തെ ഉള്ളവർക്ക് ഇങ്ങനത്തെ ഫ്രീസർ വാങ്ങിക്കണ്ട, ഇങ്ങനത്തെ വലിയൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ നമുക്ക് രണ്ടും ഒരുമിച്ച്. ഇത് LG ഇത് 4 ഡോർ ഉള്ളടാ. 2 ഡോറിന് ഇതെങ്ങനെയാണ്? ഇത് സെയിം തന്നെ. പക്ഷെ ഇതിന്റെ ഗ്ലാസ് ഡോറാണ് നമുക്ക് വരുന്നത്. ഡോർ വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് സാംസങ്ങിലുള്ള വൈറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്രിഡ്ജ് തരില്ല. വെള്ള തുറക്കണ ഡോറിന് കണ്ടുണ്ടല്ലേ. ഇതും അങ്ങനെയല്ലേ, സെയിം സിസ്റ്റം തന്നെ. ഇതിന്റെ പ്രത്യേകത നമുക്ക് പുറത്തുനിന്ന് തന്നെ വെള്ളം എടുക്കാൻ ചെയ്യാം, ഐസ് ക്യൂബ്സ് എടുക്കാം. ഇതേ മറ്റേ സാധനം തണുത്തോളം. ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ മോഡുള്ളത് ടിവിയിലെ ഫ്രിഡ്ജ്. യൂട്യൂബ് കാണാം, നമുക്ക് എല്ലാം കാണാം. പിന്നെ അതിന്റെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും കാണാൻ ചെയ്യാം നമുക്ക്. ടച്ച് സ്ക്രീനാണ്. ടച്ച് സ്ക്രീനാണ്. വീഡിയോ ഒക്കെ കണ്ടിട്ട് അടുക്കളയില് യൂട്യൂബില് നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ട് അടുക്കളയിലെ പണിയെടുക്കണ കുറെ പേരുണ്ട്. നമുക്ക് കമന്റ് ഇടാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറ്റിയത് ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ട് ഫോണിൽ കാണാൻ നിൽക്കണ്ടാന്ന്, വലിയ സ്ക്രീനിൽ കാണാൻ കണ്ട. എന്താ കമന്റുകൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുമോ ഇതില്? അതല്ലാന്ന് ഓരോ ഫ്രിഡ്ജും TV സ്പീക്കറാണ്. വോളിയം കൂട്ടാം. തുറക്കുന്നോണ്ട് ഇല്ലില്ല, തുറക്കുമ്പോ കാണാനില്ല. ഉള്ളിലൊന്നും കാണില്ലേ. ഇത് നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാണ്ട്. ക്യാമറയാണ്, ഉള്ളിലത്തെ സാധനം കാണാനാ. എന്തെല്ലാം സംവിധാനങ്ങളാ. ഏത് ടൈപ്പ് എത്ര ലിറ്റർ വേണമെങ്കിലും ഉണ്ടല്ലേ. മാക്സിമം 650 ലിറ്ററിന്റെ ഫ്രിഡ്ജ് വരെ ഉണ്ട്.
നമ്മൾ പണ്ട് 165 ലിറ്ററാണ് ടോപ്പായിരുന്നത്. എനിക്കറിയാം കെൽവിനേറ്ററിന്റെ ഫ്രിഡ്ജ് പണ്ടത്തെ വാങ്ങിച്ചത്. ഈ ഫ്രിഡ്ജ് സാംസങ്ങിന്റെ 530 ലിറ്ററാ. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഫ്രീസറിന് ഫ്രിഡ്ജ് ആക്കാം. ഫ്രീസർ വേണമെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്തിടാം. അതേശേഷം തന്നെ അടിയിൽ നമുക്ക് ഒന്നും ഇല്ല നോക്കിയാൽ ഇത് ഓഫ് ചെയ്തിടാം. ഒരു ഭീകര ഫ്രിഡ്ജ് വലിപ്പം. അതേപോലെ തന്നെയാണ് കളർ ചേഞ്ച് കളർ ചേഞ്ച് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമോ, ഇതിൽ വൈഫൈ കൊണ്ട് നമുക്ക് മൊബൈലിൽ തന്നെ കൺട്രോൾ ചെയ്യാം. ഇതില്ല ഈ ടൈപ്പ്. പിന്നെ ഇത് LG ആണത്. ഇതിന്റെ പ്രത്യേകത താഴ്ത്തണ ഫ്രീസർ ഇതിന്റെ താഴത്ത് മുകളിൽ ഫ്രിഡ്ജാണ്. അതെന്താ വയസ്സായ ആൾക്കാരുടെ വീട്ടിലുണ്ടാവും. കുമ്പിടാണ്ട് നമുക്ക് കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട്. അത് അടിപൊളി പരിപാടി. നമുക്ക് മൊബൈലിൽ തന്നെ കൺട്രോൾ ചെയ്യാം. ഇത് കൺവേർട്ടാണെങ്കിൽ കൺവേർട്ട് ആക്കാം. നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ലോകം മാറണു കണ്ടില്ലേ. നമുക്ക് ഏത് ടൈപ്പ് ഫ്രിഡ്ജ് വേണമെങ്കിലും തെരഞ്ഞെടുക്കാനുള്ള കേട്ടോ. പല കളറ് നമ്മുടെ വീടിന്റെ ഇന്റീരിയറിനെ അനുസരിച്ച് നമുക്ക് ഏത് മോഡലാണ്. അത് കണ്ടേ വേൾപ്പുണ്ടൊക്കെ നോക്കിയാൽ മോഡൽ നോക്കിയാൽ ഗ്രാനൈറ്റിന്റെ കളറുണ്ട് ഇതല്ലേ. ഫ്രിഡ്ജുകൾ കണ്ടില്ലേ, ഫ്രിഡ്ജിന്റെ കാര്യത്തിൽ ഒരു വലിയ റെവല്യൂഷനാണ് ഫ്രിഡ്ജുമ്പോ ടി വി. ഇനിയിപ്പോ ടിവിയുടെ സെക്ഷനിലേക്ക് വന്നേക്കാട്ടും ടി വി ഫ്രിഡ്ജ് ആയിട്ടുണ്ടോ? അതല്ലേ ഭാവിയിൽ ചിലപ്പോ നമുക്ക് അത് പറയാൻ പറ്റില്ലായിരുന്നു. അതന്നെ ഫ്രിഡ്ജ് ടിവിനെ ഇപ്പൊ ഇങ്ങനെ തുറന്ന് അത് ഫ്രിഡ്ജ് അങ്ങനെയൊക്കെ ആവാം. പിന്നല്ലാണ്ട് ഇത് 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മോഡൽ തന്നെയാണ് വരുന്നത്. സാംസങ്ങിന്റെ QD OLED എന്നൊരു ടെക്നോളജിയാണ്. ക്വാണ്ടം OLED എന്ന് പറയും. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റിന് പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ മെയിനായിട്ട് പിക്ചർ ക്ലാരിറ്റിയാണ്. OLEDന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ലൈറ്റ് LED ഓർഗാനിക് ഡിസ്പ്ലേ എന്ന് പറയും. സെൽഫ് ലൈറ്റിംഗ് പിക്സൽസ് ആയിരിക്കും വരാം. അതുകൊണ്ട് ക്ലാരിറ്റിയും പിക്ചർ ഡീറ്റെയിൽസും കൂടുതലായിരിക്കും. പിന്നെ ഇതിനകത്ത് വെച്ചാൽ ഇതിന്റെ സ്ക്രീൻ ഒരു പ്രത്യേകം ഇത് ഗ്ലയർ ഫ്രീ ആണത്. ആന്റി ഗ്ലെയർ പാനലാണ് യൂസ് ചെയ്യണത്. ഈ ആന്റി ഗ്ലെയർ പാനൽ ഇപ്പൊ ലേറ്റസ്റ്റ് OLEDൽ വരുന്ന ഓൺലി സാംസങ്ങിന് മാത്രമാണ് കമ്പനി ഇറക്കിയിട്ടുള്ളൂ. പിന്നെ ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടിവിയാണ്. ലൈറ്റിന്റെ അല്ലെങ്കിൽ ജനലൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് ഗ്ലെയർ ഇതിലേക്ക് അടിക്കില്ല. സാധാരണ നമ്മുടെ വീട്ടില് ഏതൊരു വീട്ടിലും ഏറ്റവും കൂടുതൽ നമുക്കൊരു നെഗറ്റീവ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ TV ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലെ ബാക്ക് സൈഡിൽ വിൻഡോ ഉണ്ടാവും, അല്ലെങ്കിൽ ലൈറ്റ് അടിക്കും. ഇതിലൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ വേണ്ട. കാരണം ഇത് ആന്റി ഗ്ലെയർ പാനലാണ് യൂസ് ചെയ്യണത്. പിന്നെ നമുക്ക് ഇതിന്റെ വിവി ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ നേരെ കാണുന്ന ഈ പിക്ചറില്ലേ, നമ്മള് സൈഡിൽ നിന്ന് നോക്കിയാലും ഫ്രണ്ട് വ്യൂ കിട്ടും. ടിവിയുടെ ഒരു കനം കണ്ട തിക്നെസ് ഇത് എത്ര മില്ലിമീറ്ററാ? 39 mm ആണ് വരുന്നത്. 39 mm ഉള്ളൂ. ഇത്രയും കനം കുറവത്. എനിക്ക് ഈ ടി വി ഭയങ്കര ഇഷ്ടമായി. അത്രയും സ്ലിമ്മാണ് ഇതിന്റെ. പിന്നെ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയണ കേട്ടപ്പോഴേ, പക്ഷെ ഇതിന് വിലയുണ്ട് കേട്ടാ. ഇതിന്റെ ആ ക്വാളിറ്റിക്കുള്ള റേറ്റ് ഉണ്ട് ഇതിന്. അപ്പൊ ഞാൻ ചേട്ടനോട് പറയായിരുന്നു ഈ ഒരു ടി വി, ആ ഒരു ഫ്രിഡ്ജ്, അപ്പൊ ആ ഫ്രിഡ്ജുമേ സ്ക്രീൻ ഉണ്ടല്ലോ TV, ആ TVയിലേക്ക് നമ്മളുടെ ഹോളിൽ ഇപ്പോൾ ഈ TV വെച്ചേക്കാണെങ്കിൽ ഇത് അതിലേക്ക് കണക്റ്റ് ആവുന്നു. നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് TVയിലേക്ക് കണക്ട് ചെയ്യില്ലേ, നമ്മൾ മിറർ വ്യൂ ഇങ്ങനെ കണക്ട് ചെയ്യില്ലേ, അതുപോലെ നമുക്ക് ഈ TVയിൽ നിന്ന് ഫ്രിഡ്ജുമിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എന്ത് പരിപാടിയാണോ ചേട്ടൻ ഹോളിൽ ഇരുന്ന് കാണുന്നത്, ആ സാധനം അടുക്കളയിൽ എനിക്ക് ഫ്രിഡ്ജുമ്മ കാണാൻ പറ്റുന്നു. പിന്നെ കണ്ടമാനം ഫീച്ചേഴ്സ് ആ ഫ്രിഡ്ജിനുണ്ടെന്നാണ് പറയണേ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊക്കെ ചില ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ മറക്കും. പിന്നെ ഫ്രിഡ്ജ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴാവും ഈ സാധനം ഇരിക്കണ ഓർമ്മ വരും. അപ്പോൾ നമുക്കിതെല്ലാം എക്സ്പയറി ഡേറ്റ് അടക്കം എല്ലാം കയറ്റാനും ഒക്കെ നമുക്ക് പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയി, അല്ലെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പച്ചക്കറികൾ ഫ്രിഡ്ജിലുണ്ട് എന്നുള്ളത് ഇനി ഓർമ്മയില്ലാണ്ട് നമ്മൾ വീണ്ടും വാങ്ങിക്കേണ്ട, അതൊക്കെ അറിയാൻ പറ്റും, മൊബൈലിൽ അറിയാൻ പറ്റുന്നു. ഫ്രിഡ്ജ് തുറക്കാണ്ട് തന്നെ നമുക്ക് പുറമേന്ന് ഇൻസൈഡ് കാണാൻ പറ്റും. ക്യാമറ കണ്ടു ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 2026 നമ്മള് മെയിൻ ആയിട്ട് പരിചയപ്പെടേണ്ട ടിവിയിലേക്ക് നമ്മൾ ഇനി അടുത്ത് പോണത് അതാണ് മൈക്രോ RGB എന്ന് പറയും വരുന്നത്. അതായത് നമുക്ക് LCD ആദ്യം പിക്ചർ ട്യൂബിന് വലിയ TV ആയിരുന്നു, പിന്നെ ഒരു LCD വന്നു, പിന്നെ LED വന്നു, പിന്നെ QLED, പിന്നെ OLED കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് മൈക്രോ RGB. അതിന്റെ ഇടയിൽ ഒരു മോഡൽ ഉണ്ട് മിനി LED എന്ന് പറയും. ഇത് താഴെ ഇരിക്കുന്ന മിനി LED എന്ന് പറയും. സാംസങ് ആണ് മിനി LED കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നമുക്കൊരു മൈക്രോ RGB എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് വരുന്നത്. സാംസങ്ങിന്റെ മൈക്രോ RGB ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ ബേണിംഗ് വരുന്ന കംപ്ലൈന്റ് നമുക്ക് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് പിക്ചർ ക്ലാരിറ്റി, കളേഴ്സ് എല്ലാം നോർമൽ ടിവിനൊക്കെ കുറച്ച് കൂടുതലായിരിക്കും വരെ. പിന്നെ നമ്മൾ ഏതൊരു വീഡിയോ കണ്ടന്റ് ഇട്ടാലും ആ വീഡിയോ കണ്ടന്റ് അപ് സ്കെയിലിംഗ് ചെയ്ത് മാക്സിമം ക്ലാരിറ്റിയും കളേഴ്സും ഒക്കെ കൂടുതലായിരിക്കും വരെ. പിന്നെ ഇതിന് ഇപ്പൊ ഓണം പ്രമാണിച്ച്
മെയിൻ ബ്രാൻഡുകളെല്ലാം 3 കൊല്ലാണ് കമ്പനി ഫുൾ വാറണ്ടി കൊടുത്തിരിക്കുന്നത്. സാധാരണ സമയത്ത് 1 ഇയർ വാറണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് 3 കൊല്ലം ഇതിനകത്ത് ഫുൾ വാറണ്ടി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഗെയിം കളിക്കുന്ന ആൾക്കാരൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് 144 വരെ റീഫ്രഷ് റേറ്റ് ഉള്ള മോഡലാണ് വരുന്നത്, മൈക്രോ RGB. ഇതിൽ സെയിം തന്നെ 165 റീഫ്രഷ് റേറ്റ് ഉള്ള ടിവിയും ഈ മോഡൽ വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് 7 കൊല്ലത്തെ OS അപ്ഗ്രേഡിങ് ഈ മോഡലിന് കമ്പനി ഫ്രീ ആണ് വരുന്നത്. പിന്നെ സാംസങ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ സാംസങ് TV പ്ലസ് എന്നൊരു ബിൽറ്റിൻ ആപ്പ് ടിവിനകത്തുണ്ട്. 155 ചാനലോളം മോഡൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇതിൽ നമുക്ക് ചാനൽസ് നമുക്ക് കാണാനും ഈ മോഡലിന് പറ്റും. ഇതിപ്പോൾ 2026 ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മോഡലും ഏറ്റവും കൂടുതൽ കസ്റ്റമർ എൻക്വയറി ചെയ്ത് വരുന്ന മോഡലാണ് മൈക്രോ RGB എന്ന് പറഞ്ഞ സാംസങ്ങിൻ്റെ ഈ ലേറ്റസ്റ്റ് മോഡൽ വരുന്നത്. ഇത് അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മോഡൽ കണ്ടു. പിന്നെ നമുക്ക് ഒരുപാട് മോഡൽസ് വരുന്നത്. ഇപ്പോൾ LGയുടെ വരുന്നത് നാനോ TV എന്നൊരു നാനോ 4K മോഡൽ ലേറ്റസ്റ്റ് മോഡലാണ് വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് വരുന്നത് ഇത് മിനി LED എന്ന ടെക്നോളജി വരുന്നത്. നമുക്ക് പ്രൈസ് കുറവിലും കൂടുതലും എല്ലാ മോഡൽസും നമുക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അത് പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞോ, എത്ര തൊട്ട് എത്ര വരെ? അത് നമുക്ക് ഇപ്പൊ 55 ഇഞ്ച് നമുക്ക് വരുന്ന ഒരു അറൗണ്ട് ഓഫ് 32,000 നമുക്ക് 55 ഇഞ്ച് നമുക്ക് ഗൂഗിൾ TV നമുക്ക് നിലവിൽ ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട്. ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോദിച്ചു വരുന്നത് ഗൂഗിൾ TV ആയിരുന്നു. ഇപ്പൊ ഗൂഗിൾ TV എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വളരെ താഴോട്ട് പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ LED ഏറ്റവും കൂടുതൽ ഹാങ്ങിങ് ഇഷ്യൂസ്, ബാക്ക്ഗ്രൗണ്ട് ബൂട്ടിങ്, സോഫ്റ്റ്വെയർ ഇഷ്യൂസ് വരുന്നത് ഗൂഗിൾ വോയിസ് ആയതുകൊണ്ട് ഇപ്പോൾ ഓരോരുത്തരൊക്കെ ഗൂഗിൾ വോയിസ് പതൊക്കെ മാറ്റി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും മെയിൻ ബ്രാൻഡിലേക്ക് കസ്റ്റമേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗൂഗിൾ അല്ലേ? നമ്മുടെ ഗൂഗിളാ, നമ്മൾ ആ സമയത്ത് ഗൂഗിളായിരുന്നു. അതൊരു ഗൂഗിൾസിലെ ഒരു തേർഡ് പാർട്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വരുന്നത്. അത് ഏത് ബ്രാൻഡ് എടുത്താലും എല്ലാ ബ്രാൻഡും നമുക്ക് കിട്ടും വരുന്നത്. ഇപ്പൊ നമ്മൾ ഐഫോണിൽ iOS-ൽ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഹാങ്ങിങ് ഇഷ്യൂസ് വരില്ല, സോഫ്റ്റ്വെയർ പ്രശ്നം വരില്ല. പിന്നെ ഇന്ന് ഐഫോൺ എടുത്താലും ഒരു 8-9 കൊല്ലം കഴിഞ്ഞാലും അതിന്റെ പെർഫോമൻസിൽ മാറ്റം വരില്ല. അത് തന്നെ LED-ലും അതൊക്കെ വന്നു തുടങ്ങി വരുന്നത്. മാക്സിമം എത്രയാണുള്ളത്? വലിപ്പം ഇപ്പൊ നമുക്ക് 85 ഇഞ്ച് നമുക്ക് നിലവിൽ റെഡി സ്റ്റോക്ക് ഉള്ളത്. പക്ഷെ കസ്റ്റമർ എൻക്വയറി അനുസരിച്ച് നമ്മൾ എത്ര വലിയ സൈസ് നമ്മൾ എടുത്ത് കൊടുക്കും, അതാണ് നമ്മൾ മാറല്. ഇപ്പൊ ചെറിയ പർപ്പസ് ഉള്ള കസ്റ്റമർക്ക് ചിലപ്പോൾ 24 ഇഞ്ച് TV ആണോ, 24 ഇഞ്ച് നമ്മൾ റെഡി സ്റ്റോക്ക് ഉണ്ട്. പിന്നെ നിലവിൽ റെഡി 85 ഇഞ്ച് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് 100 ഇഞ്ചിന് മുകളിലേക്ക് ഏത് സൈസ് കസ്റ്റമർ ആവശ്യമുണ്ട് ആ കസ്റ്റമർ എടുത്ത് കൊടുക്കും. അപ്പൊ നമ്മൾ ഫ്രിഡ്ജ് പരിചയപ്പെട്ടു, ടിവികൾ കഴിഞ്ഞു, ഇനി അടുത്തതായിട്ട് നമ്മൾ വാഷിംഗ് മെഷീന്റെ സെക്ഷനിലേക്ക് വന്നേക്കാണ് കേട്ടാ. പറഞ്ഞോ. നമുക്ക് 3 ടൈപ്പ് വാഷിംഗ് മെഷീനുകളാണ്, 3 സെഗ്മെന്റ് ആയിട്ട് നമുക്ക് 3 സെഗ്മെന്റ് ആയിട്ടാണ് വരുന്നത് വാഷിംഗ് മെഷീൻ. സെമി ഓട്ടോമാറ്റിക്, ഫ്രണ്ട് ലോഡ്, ടോപ്പ് ലോഡ്, 3 ഐറ്റംസ്. ഇതെല്ലാം സെമി ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഇതെല്ലാം മോഡൽസ് ഉണ്ട്. അത് നമുക്ക് 7 കിലോ, 8 കിലോ, 12 കിലോ വരെ ഉണ്ട് നമുക്ക് സെമി ഓട്ടോമാറ്റിക്. ഇതില് നമ്മൾ പ്രത്യേകത വേറെ ഒന്നുമില്ല, നമ്മൾ വാഷിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രയറിലേക്ക് മാനുവലായിട്ടാണ് ചെയ്യുന്നത്. അതാണ് സെമി ഓട്ടോമാറ്റിക്. ഇതൊക്കെ സെമി ഓട്ടോമാറ്റിക് അല്ലേ? സെമി ഓട്ടോമാറ്റിക് എല്ലാ കമ്പനികളും ഉണ്ട് നമ്മുടെ എല്ലാ ബ്രാൻഡുകളും വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ടോപ്പ് ലോഡ് ഉണ്ട്, ഫ്രണ്ട് ലോഡ് വരുന്നുണ്ട്. ടോപ്പ് ലോഡും ഫ്രണ്ട് ലോഡിന്റെ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ സെമി ഓട്ടോമാറ്റിക് നേരത്തെ കണ്ട ഇത് മൊത്തം ഫുൾ ഓട്ടോമാറ്റിക് ആണ്. ഇതാവുമ്പോൾ പണികൾ എളുപ്പമാണ്, പെട്ടെന്ന് പരിപാടികൾ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് സെക്ഷനിൽ വരുന്നതാണ്. നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല, വാഷ് ചെയ്ത് ട്രൈ ചെയ്ത് വന്നോളൂ. ടോപ്പ് ലോഡിൽ നമുക്ക് എത്ര കിലോ തൊട്ടുണ്ട്? നമുക്ക് 6 കിലോ സ്റ്റാർട്ടിംഗ് ഉണ്ട്, നമുക്ക് 12 കിലോ വരെ നമുക്ക് അവൈലബിൾ ആണ്. വലിയ ബ്ലാങ്കറ്റ് ഒക്കെ നമുക്ക് 12 കിലോ വരെ ഉണ്ടല്ലേ. ഇനി ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് ലോഡാണ് കേട്ടാ. ഫ്രണ്ട് ലോഡില് എല്ലാ കമ്പനികളുടെയും എല്ലാ ബ്രാൻഡുകളുടെയും വരുന്നുണ്ട്. അതില് ഏതാ പറഞ്ഞേ? നമുക്ക് പിന്നെ ബോഷിന്റെ ഒക്കെ ഫ്രണ്ട് ലോഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു പ്രത്യേകത ആന്റി ടാങ്കിൾ, ആന്റി റിങ്കിൾ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. തുണികൾ കെട്ടുപിഴയില്ല, തുണികൾ ചുരുണ്ടു കൂടില്ല, അങ്ങനെയുള്ള സംഭവം അത് വരുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണികൾ ചുരുട്ടി കൂട്ടി ഇങ്ങനെ എടുക്കേണ്ട പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതെ, നമുക്ക് എല്ലാം കൂടി ചേർന്നിട്ടാണ് വരാ. മുണ്ട അല്ലെങ്കിൽ പുതപ്പ് അങ്ങനെ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ബെഡ്ഷീറ്റിന്റെ ഉള്ളിലായിരിക്കും എല്ലാതും ഉണ്ടാവും ഉണങ്ങി കഴിയുമ്പോൾ. ഫംഗ്ഷന് അതില് നല്ലൊരു പ്രത്യേകതയുള്ള സംഭവമാണ്. അപ്പൊ ഈ ഒരു മോഡലില് അങ്ങനെ പിന്നെ ചുളിവുകളൊന്നും വരില്ല. ബോഷിന്റെ അല്ലേ? ബോഷിന്റെ ഇതാണ് ഈ മോഡൽ കേട്ടാ. ഇത് എത്ര കിലോയാ വരണേ? ഇത് വരുമ്പോ നമുക്ക് 7 കിലോ കപ്പാസിറ്റി ആണ്. 7 കിലോ. ഫ്രണ്ട് ലോഡിൽ എത്ര വരെ മാക്സിമം വരണേ? 12 കിലോ 14 കിലോ വരെ ഉണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷൻ മൊത്തം ഫ്രണ്ട് ലോഡാണ് കേട്ടോ. വർഷകാലമാണ്, അപ്പോൾ നമുക്ക് AC-കൾ അധികം ആവശ്യമില്ല. എന്നാലും ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് നമുക്ക് വെയിൽ വരില്ല, വെയിൽ വന്ന് ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് AC-യുടെ സെക്ഷനിലേക്ക് പോകാം. എല്ലാ തരം കമ്പനികളുടെ AC ഉണ്ട്. അപ്പോൾ പ്രത്യേകതകളുണ്ടെങ്കിൽ ആളൊന്ന് പറഞ്ഞുതരും.
നമുക്ക് റൂമിൻ്റെ സൈസൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എ സിയിൽ സാധാരണ ഇൻസ്റ്റാൾ ചെയ്യുക. 1 ടൺ ഉണ്ട്, 1.5 ഉണ്ട്, 2 ടൺ ഉണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസിൻ്റെ ആയിട്ട് ടെക്നീഷ്യനൊക്കെ വിളിക്കണം. ഇപ്പോഴത്തെ എ സികളൊക്കെ ഇപ്പോൾ LG അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഹിം ക്ലീൻ എന്നൊക്കെ പറഞ്ഞാൽ പുതിയ ടെക്നോളജി ആഡ് ചെയ്തേക്കണം. നമുക്ക് ഈ ഓട്ടോമാറ്റിക് തന്നെ എ സിയുടെ ഉള്ളിൽ തന്നെ ഓട്ടോമാറ്റിക് തന്നെ ക്ലീൻ ചെയ്യാവുന്ന പർപ്പസ് കസ്റ്റമർക്ക് നല്ല ലാഭമായിട്ടാണ്. കാരണം സർവീസ് സെന്റർ അവർ വന്ന് പോകണമെങ്കിൽ 1000-1500 ചിലവുണ്ട്. അതൊക്കെ വർഷാവർഷം നമുക്ക് സർവീസ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കയ്യിൽ ചെയ്യാൻ പറ്റും. LG അതുപോലെ വേൾപൂൾ അങ്ങനെയുള്ള ബ്രാൻഡുകളിലൊക്കെ നമുക്ക് ഇപ്പോൾ പറഞ്ഞുള്ള ഇതൊക്കെ ആഡ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഓൺ ഓഫറിൽ നമുക്ക് കമ്പനി വാറണ്ടി 5 കൊല്ലത്തെ ഫുൾ വാറണ്ടി കമ്പനി കൊടുക്കുന്നത് ചില ബ്രാൻഡുകൾക്ക്. അതിൽ ഫിറ്റിംഗ് ഫ്രീ ആയിട്ടുള്ള ബ്രാൻഡുകൾ വരുന്നുണ്ട്. ഇപ്പോൾ വോൾട്ടാസ് അങ്ങനെയുള്ള കമ്പനികളൊക്കെ വരുമ്പോൾ നമുക്ക് കമ്പനി ഫിറ്റിംഗ് ഫ്രീ ആണ് ഇപ്പോൾ ഓൺ ഓഫർ പ്രമാണിച്ചത്. ഇതൊക്കെയാണ് എ സികളിൽ വരുന്ന ഫീച്ചേഴ്സ്. ഇതൊക്കെയാണ് പിന്നെ കോപ്പർ കാര്യങ്ങളൊക്കെ 100% കോപ്പറിലാണ് വരുന്നത്. എൻ്റെ എ സി കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ LGയിലൊക്കെ വരുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. ഹിം ക്ലീന്, വിരാട് സീരീസ്, ഇതൊക്കെ നല്ല ഫീച്ചേഴ്സാണ്. ഇപ്പോൾ എ സി എടുക്കുന്നവർക്ക് നല്ല ഓഫറും കിട്ടും ചെയ്യും. അത് ഈ ടെക്നോളജിയൊക്കെ ബെസ്റ്റാണ്. വർഷകാലത്തിന്റെ ഗുണമുണ്ടെന്ന്. വർഷകാലത്ത് ഗുണമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വേനൽക്കാലാകുമ്പോൾ വില കൂടും. ഇപ്പം ആകുമ്പോൾ നല്ല വില കുറവുണ്ട്. അപ്പോൾ എ സി എടുക്കണവർ ഇപ്പോൾ വന്നോളൂട്ടെ. ഓണത്തിന്റെ ഓഫറും കൂടിയും എങ്ങനെയാണ് ഇതെന്ന് പറയുന്നത് ഫ്രീസറാണ്. നമുക്കിപ്പോ വീടുകളിൽ ഒരു അത്യാവശ്യം ഒരു ഘടകമായിട്ട് മാറി. കാരണം നമുക്കിപ്പോ മാംസം അതുപോലെ മത്സ്യം സാധനങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പറഞ്ഞില്ലേ, നമ്മൾ ചക്കയും ഇതൊക്കെ മായൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ആ സീസണിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടാത്ത സമയത്തേക്ക് എടുത്തു വെക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ആളുകൾ ഫ്രീസർ വാങ്ങിച്ചിരിക്കുന്നത് 1 വർഷം വരെ വെക്കുന്നുണ്ട് സാധനങ്ങൾ. ഇപ്പൊ മാങ്ങ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് സാധനങ്ങൾ. അപ്പൊ പിന്നെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രീസർ ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ തന്നെ കടകളിലേക്കായിരുന്നു, വീടുകളിലേക്ക് എല്ലാ ടൈപ്പ് ഫ്രീസറുകളും ഉണ്ട്. ഇതൊക്കെ നല്ല വലിപ്പമുണ്ടല്ലോ. 500 ലിറ്ററിന്റെ മേലെയുണ്ട് സാർ. 500 ലിറ്ററിന്റെ ഫ്രീസർ വരെ ഉണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടാത്ത സമയങ്ങളിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഈ ഫ്രീസർ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഇരുന്ന് കഴിക്കാം. ബാക്കിയുള്ളവർക്ക് നമുക്ക് മാങ്ങ കഴിക്കാൻ തോന്നും. മാങ്ങയുടെ പൾപ്പ് ഉണ്ടല്ലോ, പൾപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ 1 കൊല്ലം വരെ ഇരുന്നുള്ളൂ. പിന്നെ നമുക്ക് പാട്ട് നന്നായിട്ട് കേൾക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള എല്ലാ വക സാധനങ്ങളും ഉണ്ട് കേട്ടാ. എല്ലാ ടൈപ്പ് കമ്പനികളും ഉണ്ട് അല്ലേ. പാർട്ടി സ്പീക്കർ ഇതൊക്കെ വരുന്നത് പാർട്ടി സ്പീക്കറാണ് വരുന്നത്. ഇതൊക്കെ JBLന്റെ നല്ല അടിപൊളി ബാസ് എഫക്റ്റ് ഉള്ള പാർട്ടി ബോക്സാണ് വരുന്നത്. പിന്നെ സബ്രോൺസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് തന്നെ ഇൻക്ലൂഡിങ് വിത്ത് മൈക്കുള്ള പാർട്ടി ബോക്സ് ഉണ്ട്. പിന്നെ നമുക്ക് ചില ആൾക്കാർക്ക് നമുക്ക് സൗണ്ട് ബാറിനോടൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാവുക. ഇപ്പോൾ നമ്മളൊരു LED TV വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ TV-യിൽ കൂടെ നമ്മൾ സൗണ്ട് ബാർ അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഒരു ഫീലിംഗ്, ഒരു സിനിമ തിയേറ്റർ ഫീലിംഗ് നമുക്ക് കിട്ടണമെങ്കിൽ സൗണ്ട് ബാർ നമുക്ക് മസ്റ്റായിട്ട് വേണം. ആ സൗണ്ട് ബാർ നമുക്ക് കൂടെ ഉണ്ട്. ചില സൗണ്ട് ബാറിൽ നമുക്ക് ഇൻക്ലൂഡിങ് മൈക്ക് വരെ കണക്ട് ചെയ്യാൻ പറ്റിയ സൗണ്ട് ബാർ നമ്മുടെ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ വരുന്നത്. പിന്നെ പാർട്ടി ബോക്സിൽ നമുക്ക് ചെറിയ ഐറ്റംസ് ഉണ്ട്. വളരെ ചെറിയ സ്പീക്കർ തുടങ്ങി അത്യാവശ്യം നല്ല ഹെവി മോഡൽ വരെ നമ്മളിലുണ്ട്. അതും JBLന്റെ വരെ നമ്മുടെ കയ്യിൽ നമ്മൾ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ മുകളിലേക്ക് പോവാണ്. അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മുകളിലാണ്. നമ്മളിപ്പോൾ കുറച്ച് നാൾ മുന്നാണ് നമ്മൾ ഇവിടെ വന്നിട്ട് മിക്സി വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. ഇത് കണ്ടില്ലേ, പാത്രങ്ങളും എല്ലാ തരം കമ്മികളുടെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഏറ്റവും വളരെ റേറ്റ് കുറവിൻ്റെ അങ്ങനത്തെ മോഡലുകൾ തൊട്ട് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി, ഏറ്റവും നല്ല ഭയങ്കര റേറ്റ് കൂടിയ ഐറ്റംസ് വരയ്ക്കുള്ള ഒരുവിധ എല്ലാ ബ്രാൻഡുകളുടെയും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു അടുക്കളയിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ഒന്നും പിന്നെ പ്രത്യേകിച്ച് എടുത്ത് നമ്മൾ പറയുന്നില്ല. നമുക്ക് തെരഞ്ഞെടുക്കാനാണുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ. അടുപ്പുകളൊക്കെ നോക്കിയാൽ നമ്മുടെ അടുപ്പ് കുറച്ച് ഇതായിട്ടില്ല, മാറ്റാറായിട്ടില്ലേ. ഏതടുപ്പ്? അടുക്കളയിലത്തെ അടുപ്പിന് ഒരു ചെറിയൊരു വാട്ടം ഇല്ല. ഒരു വാട്ടവും ഇല്ല, ഒരു കുഴപ്പമില്ല. ഇല്ലേ? ഇല്ല, ഒരു കുഴപ്പമില്ല. എനിക്കങ്ങനെ തോന്നുന്നു. നമ്മുടെ തോന്നല നല്ല അടി കൊള്ളാത്തതിന്റെ കുഴപ്പം അല്ല. ആ ഗ്യാസ് അടുപ്പിനൊന്നും ദൈവം സഹായിച്ച് യാതൊരു കുഴപ്പമില്ല ഇതുവരെ. ഇതിന്റെ മുകളിലൊക്കെ ഉണ്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന പരിപാടിക്ക്? ഓവനുകള്, അടുപ്പുകള്, ഗ്രൈൻഡർ, ഇപ്പുറത്ത് വാക്യൂം ക്ലീനർ ഉണ്ട്, ഇപ്പുറത്ത് അവിടെ പ്യൂരിഫയറുകൾ. അതെ, ഞാൻ പറഞ്ഞ സാധനം ഇതാണ്. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോ ചോദിച്ചപ്പോ ഇവിടെ ഇല്ല, കഴിഞ്ഞിരിക്കാന്ന് പറഞ്ഞത്. ഇത് വാങ്ങിക്കണം. വാങ്ങിക്കണ്ട? അപ്പൊ ഒരെണ്ണം വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഇനി അപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ല, അതിന് മുന്നേ നോക്കിയാൽ ഇതെന്തൊരു സാധനം? അത് ടോസ്റ്റ് ചെയ്യണത്, ബ്രെഡ് ടോസ്റ്റ് ചെയ്യണത്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ആ സൈഡില് മറ്റേ ക്രോക്കറി ഐറ്റംസുകളൊക്കെ ഇല്ലേ, നമ്മളത് കാണിച്ചിട്ടുള്ള തന്നെയാണ്.
എല്ലാ തരം പാത്രങ്ങളുണ്ട്. ഇത് അടിപൊളി ഫാനുകൾ, ടേബിൾ ഫാനുകൾ, പല പല കളറില്ല, എന്തിനും ഭയങ്കര കളറില്ല. പിന്നെ ഇപ്പുറത്ത് മറ്റേ ടൈപ്പ് ഫാനുകൾ. എന്താ കേടാ ചേട്ടന് മറ്റേ ടൈപ്പ് കേട്ടപ്പോഴേ ഞാൻ ഒരു കാര്യം പറയട്ടെ. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റെ. ഈ ക്ലാസ്സിലത്തെ വേറെ കുട്ടികൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് കാണുമ്പോൾ നമ്മൾ കൊതിയോടുകൂടി നോക്കിയിരിക്കും. ഇങ്ങനത്തെ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടില്ല, ഒരു സാധനങ്ങളും വേണമെന്ന് പറയാറില്ല. കാരണം അവസ്ഥ അത്രയും മോശമായിരുന്നു വീട്ടിലത്തെ. അപ്പോൾ ഇതിൽ വെള്ളം കുടിക്കുമ്പോൾ എന്തായിരിക്കും പ്രത്യേകത, വെള്ളത്തിൻ്റെ ടേസ്റ്റിന് എല്ലാം മാറ്റം ഉണ്ടാവും എന്നൊക്കെയാണ് അന്നത്തെ നമ്മുടെ ചിന്ത. 1ൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ 5 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനത്തെ കൊണ്ടുവന്നിട്ടേ കുടിക്കുന്നത് കാണുമ്പോൾ എന്തൊരു കൊതിയിരുന്നറിയോ. ഇതല്ലാട്ടാ ഈ സാധനമാണ്. ഇങ്ങനത്തെ ഞെക്കലായിരുന്നില്ല, ഇവിടെ ഒരു ബോൾ പോലത്തെ സാധനമായിരുന്നു. ഇങ്ങനെയാണ് ഇരിക്കുക, അതിങ്ങനെ തുറക്കും കുട്ടികൾ. എന്നിട്ട് ഇങ്ങനെ അവരിങ്ങനെ കുടിക്കുന്ന കാണുമ്പോൾ നോക്കിയിരിക്കും. അത് വേറെ വെള്ളം കുപ്പിയിലത്തേക്കാണെങ്കിൽ നമുക്ക് മേടിച്ച് അവരുടെ കയ്യിൽ നിന്ന് വെള്ളത്തിൽ തരുമോ എന്ന് ചോദിച്ച് കുടിക്കാൻ പറ്റും. പക്ഷെ ഇതിങ്ങനെ വായ വെച്ച് വലിച്ചു കുടിക്കുന്ന സാധനമാകുമ്പോൾ ആ കുട്ടികൾക്ക് ഇനി അത് ഉപയോഗിക്കാൻ പറ്റില്ല, വേറെ ആർക്കും അത് ഉപയോഗിക്കാനും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അത് അതിന് കുറേ കൊതിച്ചിട്ടുണ്ട്. ആ സാധനം കിട്ടിയിരുന്നെങ്കിൽ അതിൽ വെള്ളം കുടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട്. ഇപ്പൊ എന്നിട്ട് ഞാൻ അങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചു ഓൺലൈനിൽ. ഇന്നാള് 2 ലിറ്ററിന്റെ കുപ്പി വാങ്ങിച്ചു. എന്നിട്ട് അതെന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തിൽ 2 ലിറ്റർ വെള്ളം കുടിക്കണമല്ലോ. അപ്പം അത് അതിൽ കറക്റ്റ് ടൈമൊക്കെ എഴുതിയിട്ടുള്ള ഇതുണ്ട്. അത് ഞാൻ എന്നിട്ട് ഓൺലൈനിൽ വാങ്ങിച്ചു. അന്നത്തെ 5 വയസ്സിന്റെ ആഗ്രഹം അങ്ങനെ ഞാൻ സാധിച്ചു. 44 വയസ്സില് അതെ, ആ ആഗ്രഹം നടത്തി. പിന്നെ നമ്മള് സരിത കലം വലിയ കലം വാങ്ങിക്കാന്ന് പറയുമ്പോൾ അത്ര വലിയ കലല്ലേ ഇവിടെ, ഒരു മീഡിയം. ചോദിച്ചു നോക്കി, ചിലപ്പോ അവരുടെ ഗോഡൗണിലുണ്ടെങ്കിൽ വലുത്. ആ ടിവിയുടെ കാര്യത്തിൽ പറഞ്ഞില്ലേ അവര്, എത്ര വലുത് കസ്റ്റമർ പറഞ്ഞാലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന പോലെ നമുക്ക് വലിയ കലം വേണമെന്ന് പറയുകയാണെങ്കിൽ തരും. ചോദിക്കാം കലം ഉണ്ടെങ്കിലോ. പിന്നെ ഇവിടെ ഇവക എല്ലാ സാധനങ്ങളും ഉണ്ട്. സാധനം നമ്മള് വാങ്ങിക്കണ്ടാ കത്തി, ഒരു കത്തി വാങ്ങിക്കണം. ഞാൻ ആ സാധനം നോക്കിട്ട് വരാം, അവിടെ ആളുണ്ടോ നോക്കട്ടെ. ചോപ്പർ, നമ്മുടെ ചോപ്പർ വലിക്കണ ചോപ്പർ കേടായിട്ട് കുറേ നാളായി. അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയില്, തോട്ടി വാങ്ങിക്കാൻ പോകുമ്പോ അവിടെ നോക്കാന്ന് അഗാരോന്റെ. ഇവിടെ കണ്ടു അങ്ങനത്തെ. നോക്കിട്ട് വരാം. ഇതാണ് സാധനം ഞാൻ വാങ്ങിച്ചു. ഇത് വാങ്ങിച്ചു നമ്മള്. ഇതിങ്ങനെ ഇതില് സാധനങ്ങളൊക്കെ ഇടാ. ഇതിങ്ങനെ നാക്ക വേണ്ടോ, കറണ്ട് ബില്ലല്ലേ? ഇതാണ് ഇതിന്റെ മോട്ടർ, ഇതിന്റെ ജാറ് തുറക്ക, അതിന്റെ ഉള്ളിട. പിന്നെ ആ ബ്ലേഡ് ഇങ്ങോട്ട് ഊരാൻ കിട്ടും. മറ്റേന്റെ പോലെ തന്നെ, മറ്റേ ചോപ്പർ വലിക്കണ ചോപ്പറല്ലേ അതിന്റെ പോലെ തന്നെ. പക്ഷെ ഇത് കറണ്ട് ബില്ലാന്ന് മാത്രം. സബോള അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറെ അരിയണമെങ്കിലൊക്കെ എന്താ സുഖമില്ലാത്ത മുഖത്തിന്. എനിക്കൊരു കുഴപ്പം, നമ്മുടെ പണികൾ എളുപ്പമാക്കാനുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടുന്ന ചെറിയ വാങ്ങിക്കുന്നത് നല്ലതല്ലേ. അപ്പൊ ഇത് നമ്മൾ വാങ്ങി. ഫോണിന്റെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഫോണുകൾ പിന്നെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ബജാജിന്റെ ഫിനാൻസും അടക്കം ഒക്കെ ഉണ്ട്. പിന്നെ ലാപ്പുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു സെക്ഷനായിട്ട് വേറെയാണ്. തൊട്ടിപ്പുറത്ത് തന്നെ ആ കടയുടെ ഇപ്പുറത്ത് തന്നെയാണ് കേട്ടോ. ഇനി അതിൻ്റെ അപ്പുറത്ത് ഫർണിച്ചർ ഷോപ്പ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ മാർവലിൻ്റെ ഫർണിച്ചർ സ്ഥലത്തേക്ക് കയറി വന്നോണ്. ഇവിടെ എല്ലാ സാധനങ്ങളുണ്ട്. ഡൈനിങ് ടേബിള്, കട്ടിലുകൾ, അലമാരികള്, കിടക്കകള്, പിന്നെന്താ ടീപ്പോയികള്. ഇതിനെന്തൊക്കെ ഓഫറുകളുള്ള ചേട്ടാ? ചെയറുകള്. മാർവലിൽ ഓണം പ്രമാണിച്ച് ഗംഭീര ഓഫറുകളാണ് നമ്മൾ ചെയ്തു വെച്ചത്. ബെഡുകൾക്കും കട്ടിലുകൾക്കും 50% ഓഫറാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ മാർവലിന്റെ സോഫയിലാണ് ഇരിക്കുന്നത് ഞങ്ങള്. ഓണം പ്രമാണിച്ച് നമ്മൾ മാർവലിൽ വെറൈറ്റി കളക്ഷൻസുകളാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ഇത് കണ്ടോ, അനേകം വെറൈറ്റി കളക്ഷൻസുകളാണ് നമ്മൾ. പ്രീമിയം തൊട്ട് ഏത് റേഞ്ചിൽ വരുന്ന ആർക്കും ഇവിടെ വന്നാലും ഏത് രീതിയിലുള്ള റേഞ്ചിലും എടുക്കാം. ആ രീതിയിലുള്ളതാണ്. എല്ലാ സോഫയ്ക്കും നമ്മൾ 5 വർഷം വരെ വാറണ്ടി കൊടുക്കുന്ന ടൈപ്പുള്ള ക്ലോത്തുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെറൈറ്റി ആയിട്ടുള്ള മരത്തിന്റെ വുഡ് ഉണ്ട്, വുഡിന്റെ കളക്ഷൻസ് ഉണ്ട്. സിറ്റ് ഔട്ട് ചെയർ 3 ചെയർസ് ഉണ്ട്. നമുക്ക് ഇതുണ്ടോ, റിക്ലൈനർ ഉണ്ട്. നമ്മുടെ ഹോം തിയേറ്റർ റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന റിക്ലൈനർ ഐറ്റംസുകളുണ്ട്. സോഫ കം ദിവാൻ കോട്ട്, അത് ഏത് റേഞ്ചിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ കൊള്ളിക്കാൻ പറ്റും. അതും പ്രീമിയം ടൈപ്പുള്ള ക്ലോത്തുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കിടക്കകൾ നമ്മൾ എല്ലാത്തരം കമ്പനികളിലും ഏത് റേഞ്ച് വേണമെന്നില്ല. നമ്മുടെ ഇപ്പോൾ ഓൾറെഡി ഉള്ള 10 ഇഞ്ച് തിക്കൻസ് വരെയുള്ള ബെഡുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്.
ഇതിലെല്ലാത്തിനും 50% ഓഫറാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഡൈനിങ് ടേബിളുകൾ, ഡൈനിങ് ടേബിൾ വെറൈറ്റീസ് ഉണ്ട്, മാർബിൾ ടൈപ്പ് ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. എല്ലാ ടൈപ്പ് വെറൈറ്റീസുകളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ പോണതിന് മുമ്പ് നമ്മുടെ ബാബുവിനെ നൂനി കാണാം. അപ്പോൾ ഈ ഓണം നമുക്ക് എന്തായാലും വളരെ അടിച്ചു പൊളിച്ചിട്ട് തന്നെ ആയിരിക്കും. ഞാൻ എല്ലാവിധ ഓഫറുകളും നൽകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഉപഭോക്താക്കൾക്കും, എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാവിധ ഓഫറുകളും അതുപോലെ തന്നെ നല്ല പ്രൈസുകളാണ് ഞാൻ തരുന്നത്. പ്രത്യേകിച്ച് എനിക്ക് പറയാനായിട്ടുള്ള, ഞാൻ ഇരിങ്ങാലക്കുട ഒറ്റ സ്ഥാപനത്തിൽ തന്നെ വെച്ചിട്ടാണ് ഈ പ്രൈസുകളൊക്കെ നൽകുന്നത്. അതിൽ പല സ്ഥാപനങ്ങളായിട്ടില്ല, ഈ ഒറ്റ സ്ഥാപനത്തിൽ നിന്ന് മാത്രമാണ് ഞാനിത് നറുക്കെടുത്തിട്ട് നിങ്ങൾക്ക് തരുന്നത്. 100% സത്യസന്ധതയോട് കൂടി മാത്രമായിരിക്കും എൻ്റെ ഈ വാക്കുകളും ഞാൻ ഈ പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം. അപ്പൊ എല്ലാവരും അതായത് ഇവിടെ ഈ ഒരു ഒറ്റ സ്ഥാപനമുള്ളൂ, മാർവൽ ഏജൻസീസ് പറഞ്ഞിട്ട് ഇതിന്റെ ബ്രാഞ്ചുകളൊന്നുമില്ല, എവിടെയില്ല, ഈ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നവരിൽ നിന്നാണ് നറുക്കെടുത്തിട്ടാണ് കിട്ടാൻ പോണത് കാറും സ്കൂട്ടറൊക്കെ. അപ്പോ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്, അതാണ് ഉദ്ദേശിച്ചേട്ടാ. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അഡ്വാൻസ് ആയിട്ട് നേർന്നുകൊള്ളുന്നു. അപ്പൊ എല്ലാവരും നമ്മുടെ ഇരിങ്ങാലക്കുടയുള്ള സ്ഥലം പറയാ അറിയാലോ, തൃശ്ശൂർ റോഡ്, മാർവൽ ഏജൻസീസ് തൃശ്ശൂർ റോഡ്, ഇരിങ്ങാലക്കുട. അതെ. അപ്പൊ നിർത്താം, അടുത്ത വീഡിയോ